ഗ്രോൺഫോഴ്സിന്റെ സ്കാല2 എന്ന് പറഞ്ഞ പമ്പ് നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ഈ ഓവർഹെഡ് ടാങ്കിനെ ഒഴിവാക്കി വെക്കാം എന്നുള്ള ലൈവ് ഡെമോ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് താഴെ ഒരു ടാങ്ക്, നിങ്ങൾക്ക് ഒരു സമ്പ് ടാങ്ക് ആയിട്ടോ ഒരു കിണറായിട്ടോ ഒക്കെ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. നമ്മുടെ കിണറിന്റെ മുകളിൽ പമ്പ് ഇരിക്കുകയാണ്. താഴേന്ന് പമ്പ് ഡയറക്റ്റ് വെള്ളം കിണറിൽ നിന്ന് അല്ലെങ്കിൽ സമ്പിൽ നിന്ന് പമ്പ് ചെയ്ത് ഡയറക്റ്റ് ടാപ്പിലേക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പമ്പ് ഓൺ കണ്ടീഷനിലാണ്. ഞങ്ങൾ ഇത്രയും അടുത്ത് നിന്നിട്ടും ഈ പമ്പിന്റെ സൗണ്ട് കേൾക്കാത്തതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്ത പ്രത്യേകത എന്ന് വെച്ചാൽ സ്ലോ സ്റ്റാർട്ടും സ്ലോ സ്റ്റോപ്പും ആണ്. ഇതിന് വാട്ടർ ഹാമറിങ് ഉണ്ടാവത്തില്ല. എത്ര വർഷം കഴിഞ്ഞാലും പ്ലംബിംഗ് ലീക്കേജ് വരത്തില്ല. നമുക്ക് ഒരു ടാപ്പ് യൂസ് ചെയ്യുമ്പോൾ എത്രയാണ് കറണ്ട് എടുക്കുന്നത് നമുക്ക് കാണിച്ചു തരാം. നോക്കെ 100 വാട്ടിൽ ഇത് വർക്ക് ചെയ്യുകയാണ്. നമുക്ക് നോർമലി ഒരു പമ്പ്, ഒരു 1 HP പമ്പ് എന്ന് പറയുമ്പോൾ ഒരു ടാപ്പ് തുറന്നാലും ഒരു 8 ടാപ്പ് തുറന്നാലും 750 വാട്ടാണ് എടുക്കുന്നത്. ഒരു 100 വാട്ടിൽ ഇത് വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് വോൾട്ടേജ് കൂടി എടുക്കും. മാക്സിമം 550 വാട്ടാണ് എടുക്കുന്നത്. അതും 8 ടാപ്പ് ഒരുമിച്ച് തുറക്കാം ഈ പമ്പിന്. സിംഗിൾ കിലോ വാട്ട് സിംഗിൾ ബാറ്ററി ഇൻവേർട്ടറിൽ കണക്ട് ചെയ്യാം. സോളാറിൽ നമുക്ക് ഹൈബ്രിഡ് സോളാർ ആണെങ്കിൽ അതിൽ കണക്ട് ചെയ്യാം. UPS വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇതിന് ഈ പമ്പിന് സ്റ്റാർട്ടിംഗ് കറണ്ട് ഇല്ല. സാധാരണ ഒരു 1 HP പമ്പിന്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ 6 amps മുതൽ ഒരു 10 amps വരെയാണ് സ്റ്റാർട്ടിംഗ് കറണ്ട് എടുക്കുന്നത്. ഇത് നിങ്ങൾ നോക്കിയാൽ മതി. 0.0 ആണ് ആംപ്സ് എടുക്കുന്നത്. ആംപിയർ ആണ്, ഇതൊന്നും എടുക്കുന്നില്ല. 0.72 എന്ന് പറഞ്ഞാൽ ചെറിയൊരു വാല്യൂ വരുന്നതാണ്. നമ്മളിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് ഈ പമ്പ് സ്റ്റാർട്ട് ചെയ്തു നോക്കാം. ഈ പമ്പ് സ്റ്റാർട്ട് ചെയ്തു 0.4 0.5 ഇവിടെ 6 to 10 വരുന്ന സ്ഥാനത്താണ് നമുക്ക് 0.4 എന്ന് പറഞ്ഞ് വരുന്നത്. നോർമലി ഈ ഒരുപാട് ആംപിയർ ഇനിഷ്യലി എടുക്കുന്നതുകൊണ്ടാണ് ഈ ഇൻവേർട്ടറിൽ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇതങ്ങനെ വരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇൻവേർട്ടർ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? ഈ പമ്പിന് ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസർ ഉണ്ട്. ഇതിനകത്ത് തന്നെ ഉണ്ട്. വൈഡ് വോൾട്ടേജ് റേഞ്ചിൽ വർക്ക് ചെയ്യും. ഇത് നമ്മൾ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചും നമ്പർ ഓഫ് ടാപ്സിന്റെ ഒരുമിച്ചുള്ള ഉപയോഗത്തിനനുസരിച്ച് ആവശ്യം ഉള്ള കറണ്ട് കൂടുതലുള്ളത് പമ്പ് തന്നെ എടുക്കണം. സോ നമുക്ക് എല്ലാവർക്കും ഇന്ന് ഗ്രൗണ്ട് ഫോഴ്സിനെ പറ്റി കൂടുതൽ അറിയാനും അതുപോലെ തന്നെ സ്കാല എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റിയല്ലോ. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗ്രൗണ്ട് ഫോഴ്സിനെ പറ്റി അറിയാനും എക്സ്പീരിയൻസ് ചെയ്യാനും ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ലേ മാർബിൾ ഗാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ് ഡീലറാണ് ഗ്രൗണ്ട് ഫോഴ്സിന്റെ. സോ വിസിറ്റ് ലേ മാർബിൾ ഗാലറി, ഓപ്പോസിറ്റ് സിവിൽ സ്റ്റേഷൻ, കാലിക്കറ്റ്.